എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വരുമാനം അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ജോലി കിട്ടിക്കഴിയുമ്പോൾ വരുമാനം നിലനിർത്താനുള്ള ചില മാർഗങ്ങളെക്കുറിച്ചാണ്. ജോലി നേടുക എന്നത് ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ നാഴികക്കല്ലുകളിൽ ഒന്നാണ്. പ്രതിമാസ വരുമാനം നിങ്ങളെ സാമ്പത്തികമായും അല്ലാതെയും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുന്നു. നമ്മളുടെ വളർച്ചയുടെ പുതിയ പടവ് അടയാളപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. ജോലി നേടി വരുമാനം വന്നു തുടങ്ങുന്ന ഘട്ടത്തിൽ ഏതൊരാളും ചെയ്യാൻ സാധ്യതയുള്ള നിരവധി തെറ്റുകളുണ്ട്. അതായത് നമ്മളുടെ പൈസകൾ അനാവശ്യമായ രീതിയിൽ പോകാനായിട്ട് സാധ്യതകളുണ്ട്. ഇത് നമ്മുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയെ കാലതാമസം വരുത്തുകയും പല ദീർഘകാല സാമ്പത്തിക പദ്ധതികളും വൈകാനായിട്ട് കാരണമാകുകയും ചെയ്യും. നമ്മൾ ആദ്യമായി തൊഴിലിൽ പ്രവേശിക്കുകയാണെങ്കിലോ പുതിയ ജോലിയിലേക്ക് മാറുകയാണെങ്കിലോ നിർബന്ധമായി ഒഴിവാക്കേണ്ട ചില തെറ്റുകൾ എന്താണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ആദ്യമായി എല്ലാവരും ചെയ്യുന്നൊരു തെറ്റാണ് ബജറ്റ് അവഗണിക്കുന്നത്. അതായത് പുതിയ തൊഴിൽ രംഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ചെയ്യുന്ന പ്രാഥമിക തെറ്റുകളിൽ ഒന്നാണ് ബജറ്റ് സൃഷ്ടിക്കുന്നത് അവഗണിക്കുന്നത്. എല്ലാവർക്കും ഒരു ബജറ്റ് വേണം നമുക്ക്. അതായത് ചെലവും വരവും തമ്മിൽ ഒരു താരതമ്യ പഠനം. നമ്മുടെ വരുമാനത്തെയും ചെലവുകളെയും കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ അമിതമായി ചെലവഴിക്കാനും സാമ്പത്തിക പ്രശ്നത്തിൽ പെട്ടുപോകാനും സാധ്യത കൂടുതലാണ്. നമ്മുടെ ശമ്പളവും ഏതെങ്കിലും അധിക വരുമാന സ്രോതസ്സുകൾ ഉണ്ടെങ്കിൽ അതും ഉൾപ്പെടെ ആണ് നമ്മുടെ പ്രതിമാസ വരുമാനം. അത് കൃത്യമായി കണക്കാക്കുക. ഇതോടൊപ്പം തന്നെ ചെലവുകളും ചേർത്ത് ബജറ്റ് തയ്യാറാക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സാമ്പത്തികം കൂടുതൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനും നമ്മളുടെ വരുമാനത്തിൽ ജീവിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും നമ്മളെ സഹായിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സമ്പാദ്യത്തോട് മുഖം തിരിക്കുന്നത്. അതായത് പുതിയ ജോലിക്ക് പ്രവേശിക്കുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് സമ്പാദ്യത്തോട് മുഖം തിരിക്കുന്നത്. അതായത് വരുമാനം വന്നു തുടങ്ങുമ്പോൾ പ്രാഥമിക ചെലവുകൾക്ക് പ്രാധാന്യം നൽകുന്നത് അധിക ചെലവാക്കലിന് കാരണമാകും. ദീർഘകാല സാമ്പത്തിക പദ്ധതികളെ ഇത് കാര്യമായി തന്നെ ബാധിക്കും. അപ്പോൾ വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക നിക്ഷേപത്തിലേക്ക് വകയിരുത്തേണ്ടത് വളരെയധികം അനിവാര്യമാണ്. മൂന്നാമതായിട്ട് പറയാനുള്ളത് ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ അധിക ചെലവ്. അതായത് നിലവിലുണ്ടായിരുന്ന ജീവിത നിലവാരത്തിൽ നിന്ന് മുകളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതിൽ അതിലൊരു തെറ്റും നമുക്ക് പറയാനായിട്ടില്ല. എല്ലാവരും ഒരു ഗ്രോത്ത്, ഒരു വളർച്ച നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ആ വളർച്ച നമ്മളുടെ വരുമാനത്തിനനുസരിച്ച് ആയിരിക്കണം. അല്ലാണ്ട് ഒരു പോഷ് കാണിക്കാനായിട്ടുള്ള ഒരു വളർച്ച, മറ്റുള്ളവരെ കാണിക്കാനായിട്ടുള്ള ഒരു വളർച്ച പോലെ നമ്മൾ ചെയ്യരുത്. അത് എപ്പോഴും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക, മൊബൈൽ ഫോൺ അടക്കമുള്ള ഗാഡ്ജറ്റുകൾ അടിക്കടിക്ക് മാറ്റിക്കൊണ്ടിരിക്കുക, വീടും കാറും പോലുള്ള വലിയ ചെലവുകൾക്ക് മുതിരുന്നതുമെല്ലാം നമ്മുടെ സാമ്പത്തിക ആരോഗ്യത്തെ ബാധിക്കും. ഒരു സമ്പാദ്യം സൃഷ്ടിച്ചതിന് ശേഷം വരുമാനത്തിനനുസരിച്ച് വേണം നമ്മൾ ചെലവഴിക്കാനായിട്ട്. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ കടബാധ്യത. നമ്മളുടെ സാമ്പത്തികാരോഗ്യം ഏറ്റവും മോശമാകുന്നതിനുള്ള ഒരു കാരണമാണ് കടബാധ്യതകൾ. പുതിയതായി ജോലിക്ക് കയറുമ്പോൾ വിദ്യാഭ്യാസ വായ്പ അടക്കമുള്ള കടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അത് മിക്കവർക്കും ഉണ്ടാകും. അതല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കടങ്ങളോ മറ്റു വ്യക്തിഗത വായ്പകളോ ഉണ്ടായേക്കാം. ഇത്തരം ഘട്ടത്തിൽ നമ്മൾ ശമ്പളം വന്നു തുടങ്ങിയാൽ തിരിച്ചടവിന് കൂടുതൽ പ്രാധാന്യം നൽകണം. ഇത് ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തും. അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇൻഷുറൻസ് ഒഴിവാക്കുന്നത് എല്ലാവരും ചെയ്യുന്ന മറ്റൊരു തെറ്റ്. ആരോഗ്യ ഇൻഷുറൻസ് ആയാലും ലൈഫ് ഇൻഷുറൻസ് ആയാലും ഇൻഷുറൻസ് പരിരക്ഷയുടെ പ്രാധാന്യം അവഗണിക്കുന്നവർ ഏറെയാണ്. ഇന്നത്തെ യുവജനങ്ങൾ ഒരു 50% അങ്ങനെ തന്നെയാണ്. അപകടങ്ങളും അപ്രതീക്ഷിത സംഭവങ്ങളും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. മതിയായ ഇൻഷുറൻസ് പരിരക്ഷയുള്ളത് നമ്മൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കുടുംബത്തിനും സാമ്പത്തിക പരിരക്ഷയും മനസ്സമാധാനവും പ്രദാനം ചെയ്യുന്നു. ഇൻഷുറൻസ് പരിരക്ഷയിൽ നിക്ഷേപിക്കുന്നത് നമ്മളുടെ സാമ്പത്തിക സുരക്ഷത്തിനുള്ള നിക്ഷേപമാണെന്ന് നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക. നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം
മിക്കതും നമ്മൾ ജീവിതത്തിൽ തുടർന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സാമ്പത്തിക ലക്ഷ്യം കൈവരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്.